പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ഇന്ന് മെയ് മാസം 10-ാം തീയതി മെയ് മാസ വണക്കത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ഗബ്രിയേൽ ദൂതൻ ദൈവമാതാവിനെ സ്തുതിക്കുന്നത് സംബന്ധിച്ചാണ്. ഈ മെയ് മാസം മുഴുവനും നമ്മൾ പരിശുദ്ധ ദൈവമാതാവിൽ തിളങ്ങി വിളങ്ങിയ ഓരോരോ പുണ്യങ്ങളെക്കുറിച്ചും ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള രക്ഷാകര സംഭവങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വണക്കമാസത്തിൽ ഏറെ പ്രത്യേകമായിട്ട് ദൈവമാതാവിനെക്കുറിച്ച് ധ്യാനിക്കുന്നത്? കാരണം നമ്മൾ ആരുമല്ല ഈ ഒരു സ്തുതിപ്പ് വണക്കം ആരംഭിച്ചത്. അത് ത്രിത്വിക ദൈവത്തിൻ്റെ അറിവോട് കൂടിയിട്ടാണ് ഈ ഒരു വണക്കം ആരംഭിക്കുന്നത്. അതേ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ മെയ് മാസം 10-ാം തീയതി പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗബ്രിയേൽ ദൈവദൂതൻ ദൈവമാതാവിനെ സ്തുതിക്കുന്നത് സംബന്ധിച്ചാണ് ഈ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത്. അതിൽ തന്നെ ഒന്നാമതായിട്ട് ദൈവമാതാവ് പ്രാപിച്ച ദൈവിക വരങ്ങളെക്കുറിച്ചാണ് ഗബ്രിയേൽ ദൂതൻ സ്തുതിക്കുന്നത്. രണ്ടാമതായിട്ട് സർവേശ്വരൻ്റെ മുമ്പിൽ സർവേശ്വരുമായി പ്രാപിച്ച ഐക്യത്തെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. മൂന്നാമതായിട്ട് സകല സൃഷ്ടികളിലും ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന ദൈവമാതാവിനെക്കുറിച്ചാണ് ഈ വണക്കവായനയിൽ നമ്മൾ ധ്യാനിക്കുന്നത്. ഒന്നാമതായിട്ട് ഗബ്രിയേൽ ദൂതൻ ദൈവമാതാവിനെ സ്തുതിക്കുമ്പോൾ ഇപ്രകാരമാണ് അഭിവാദനം ചെയ്യുന്നത്: കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. നമുക്കറിയാം, ബൈബിളിൻ്റെ പുതിയ നിയമത്തിലെ മൂലഭാഷ എന്ന് പറയുന്നത് ഗ്രീക്കാണ്. ഗ്രീക്കിൽ നിന്ന് ഒറിജിനൽ മൂലഭാഷയിൽ നിന്ന് തർജ്ജമ ചെയ്യുമ്പോൾ ഈ 3 വാക്കുകളും ഒന്നിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, കർത്താവ് നിന്നോട് കൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു. ഈ 3 വാക്കുകളും വാക്യങ്ങളും ഒന്നിച്ചു ചേർത്താണ് ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്തപ്പോൾ ഈ സ്ത്രീകളിൽ അനുഗ്രഹീതയായി ആണ് എന്നുള്ളൊരു പദം ലൂക്കായുടെ സുവിശേഷം 1:45 മാറി. എലിസബത്ത് പരിശുദ്ധ ദൈവമാതാവിനെ പ്രത്യപാനം ചെയ്യുമ്പോൾ പറയുന്ന ഒരു വാക്കായിട്ടാണ് സുവിശേഷത്തിൽ ഇത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ഗബ്രിയേൽ ദൂതൻ ദൈവമാതാവിനെ വണങ്ങുന്നത് ഇപ്രകാരമാണ്: കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. ഇവിടെ ഗബ്രിയേൽ ദൂതൻ ത്രിത്വേക ദൈവത്തിൻ്റെ സ്ഥാനപതിയായിട്ടാണ് ദൈവമാതാവിൻ്റെ മുമ്പിൽ വന്ന് ദൈവപിതാവിൻ്റെ മനസ്സിലുള്ള ആ ഒരു ദൈവമാതാവിനെ കുറിച്ചുള്ള ഉൾക്കാഴ്ച ദൈവമാതാവിനോട് പങ്കുവയ്ക്കുന്നത്. നീ കൃപ നിറഞ്ഞവളാണ്. നമ്മൾ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. കൃപയാൽ നമ്മൾ നിറയപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് ദൈവത്തിൻ്റെ സാന്നിധ്യമായും കൂടെ സഞ്ചരിക്കുന്ന അടയാളമൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ട് വലിയ ദൈവാനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ ദൈവമാതാവിനെ അഭിവാദനം ചെയ്യുന്നത് കൃപ നിറഞ്ഞവളെ എന്നാണ്. ഇതിൻ്റെ അർത്ഥം ദൈവ തിരുസന്നിധിയിൽ ഒരു വ്യക്തി കൃപയാൽ നിറയപ്പെടാനാണ് ഉടമ്പടി എടുത്ത് നമ്മളും പ്രാർത്ഥിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി മാത്രം സമ്പത്ത് ശേഖരിച്ചു വെക്കുന്ന ഭോഷനായ ഒരു ധനികനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അവൻ അറപ്പുറകളൊക്കെ പൊളിച്ച് വലുതാക്കി കിട്ടിയ ധാന്യമൊക്കെ ശേഖരിക്കാൻ വീണ്ടും വീണ്ടും അറപ്പുരകൾ വലുതാക്കുമ്പോൾ ദൈവം അവനോട് ചോദിക്കുന്നുണ്ട്: ഭോഷ, ഈ രാത്രി നിന്റെ ജീവനെ ഞാൻ എടുത്താൽ ഈ സമ്പാദിച്ച് വെച്ചിരിക്കുന്നതൊക്കെ ആരുടേതാകും? നമ്മളും ഇതേപോലെയാണ്. ആരുടേതാകും എന്ന ആ ഒരു ചോദ്യചിഹ്നം നമ്മളോട് തന്നെ ഓരോരുത്തരും ചോദിക്കണം. വെട്ടിപ്പിടിച്ച്, അതായത് നേരായ മാർഗത്തിലൂടെ അല്ലാതെയും മറ്റുള്ളവർക്ക് സഹായം കൈനീട്ടുമ്പോൾ അവരെ സഹായിക്കാതെയും ഒക്കെ ഞാനെല്ലാം വെട്ടിപ്പിടിച്ച് വെച്ചിരിക്കുന്നവ, എൻ്റെ ആത്മാവിനെ ഇന്ന് ദൈവം വിളിച്ചാൽ അത് ആരുടേതാകും? അപ്പോൾ ദൈവ തിരുസന്നിധിയിൽ കൃപ കണ്ടെത്തണം, ദൈവ തിരുസന്നിധിയിൽ സമ്പത്ത് ശേഖരിച്ചു വെക്കണം എന്നതാണ് ഈ ഒരു ഒന്നാമത്തെ ചിന്ത നമ്മളെ കൊണ്ടെത്തിക്കുന്നത്.
നമുക്കറിയാം മരിയൻ ഉടമ്പടിയിൽ വലിയ നിബന്ധനകളൊക്കെ നമ്മൾ പാലിക്കുന്നവരാണ്. ഈ നിബന്ധനകളൊക്കെ ദൈവമാതാവിനെ സ്തുതിച്ചുകൊണ്ട്, ദൈവമാതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്കും വലിയ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കാനുള്ള വലിയ വിളിയാണ്. പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം നിങ്ങൾ ഒരു വ്യക്തിയെ കൃപാസനം എന്ന പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലോട് ക്ഷണിക്കുമ്പോൾ നമുക്കറിയാം അത് ദൈവമാതാവിൻ്റെ സ്വന്തം ഭവനത്തിലോട്ടാണ് ഒരു വ്യക്തിയെ നിങ്ങൾ ക്ഷണിക്കുന്നത്. ആ വ്യക്തി വീണ്ടും സാക്ഷ്യം പ്രാപിച്ച് അവർ വലിയ സാക്ഷികളായി ലോകത്തിന് മുമ്പിൽ ഉയരുമ്പോൾ ദൈവ തിരുസന്നിധിയിൽ നിങ്ങളുടെ സമ്പത്താണ് വർദ്ധിക്കുന്നത്. അല്ലാതെ നമുക്ക് വേണ്ടി തന്നെ ജീവിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ബന്ധപ്പെട്ടവർ അങ്ങനെ മാത്രം ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ദൈവ തിരുസന്നിധിയിൽ സമ്പന്നരാകാൻ പറ്റില്ല. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 47-ാം തിരുവചനത്തിൽ ഈശോയുടെ വചന ഇപ്രകാരം നമ്മളോട് പറയുന്നത്. അതായത് വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളെ അഭിവാദനം ചെയ്യുന്നവരെ മാത്രം അഭിവാദനം ചെയ്താൽ ദൈവ തിരുസന്നിധിയിൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണുള്ളത്? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളോട് പറയുന്നത്, കാരുണ്യ പ്രവൃത്തികളും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവർക്ക് ചെയ്യുന്നത് അത് ഈശോയുടെ നാമത്തെ പ്രതിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കും ദൈവ തിരുസന്നിധിയിൽ സമ്പന്നരാകാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഗബ്രിയേൽ ദൂതൻ ദൈവമാതാവിനെ വണങ്ങുമ്പോൾ, സ്തുതിക്കുമ്പോൾ ദൈവമാതാവിനോട് പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവ് നിന്നോട് കൂടെ എന്ന്. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരുപാട് മക്കളാണ് തങ്ങളുടെ ജീവിതത്തിൽ ദൈവപിതാവിൻ്റെയും ദൈവമാതാവിൻ്റെയൊക്കെ നേർ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈ അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് കർത്താവിനെ നമുക്ക് കൂടെ നിർത്താൻ സാധിക്കുന്നത്? അത് വിശുദ്ധി കൂടാതെ ദൈവത്തെ കാണാൻ, ദൈവത്തെ പ്രാപിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് 2 ആഴ്ച കൂടുമ്പോൾ ഈ മരിയൻ ഉടമ്പടിയിൽ കുമ്പസാരിച്ച് നിങ്ങൾ ഒരുങ്ങി വേണം ഉടമ്പടി നിബന്ധനകളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് നമ്മളൊരു നിബന്ധന ആഡ് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം പാപത്തിൻ്റെ അളവ് കൂടുമ്പോൾ പുണ്യപ്രവർത്തികൾ നിങ്ങൾ കൂട്ടിക്കൊടുക്കണം. ഇങ്ങനെ പുണ്യപ്രവർത്തികൾ കൂടുമ്പോൾ പാപം പതുക്കെ പതുക്കെ കുറഞ്ഞ് നമ്മുടെ ആത്മാവ് കൂടുതൽ പുണ്യപൂരിതമാകും. അതുപോലെ തന്നെ അക്രൈസ്തവരായി സംബന്ധിച്ചിടത്തോളം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം നിങ്ങളൊന്ന് എടുത്ത് വായിക്കണം. അവിടെ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്. റോമ 2:15, 2-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സാക്ഷിയിൽ കർത്താവ് ലിഖിതമായ നിയമം കൊടുത്തിട്ടുണ്ട്. വിജാതിയരെ സംബന്ധിച്ചിടത്തോളം, അതായത് നിങ്ങൾക്കൊരു കൂദാശ ജീവിതം നയിക്കാൻ പറ്റാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സാക്ഷിയിൽ ദൈവം നിയമം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ മനസ്സാക്ഷിക്ക് ഒത്തവിധം നിങ്ങളും ജീവിതം ക്രമപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തെ പുനഃക്രമീകരിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമ്മളോട് കൂടെ നിൽക്കും. അങ്ങനെ കർത്താവ് കൂടെ നിന്ന അനേകായിരം മക്കളാണ് പുറപ്പാട് 14:14 അനുസരിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞ് വലിയ സാക്ഷ്യങ്ങൾ ഈ അൾത്താരയിൽ പങ്കുവച്ചിട്ടുള്ളത്. ഇങ്ങനെ കർത്താവിനെ കൂടെ നിർത്തുന്നതുകൊണ്ട് ഈ സാക്ഷ്യ അനുഭവം മാത്രമല്ല, കർത്താവിൻ്റെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുമെന്നാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോടു കൂടെ ഏക ആത്മാവായി തീരുന്നു എന്നാണ് പറയുന്നത്. അതായത് കർത്താവുമായിട്ട് നമ്മൾ സംയോജിച്ച് കഴിയുമ്പോൾ ഈശോയുടെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. വരാൻ പോകുന്ന കാര്യങ്ങളും ഈശോയുടെ ഒരു വിഷയത്തെ പറ്റിയുള്ള ഹിതം എന്താണെന്നും ഒരു വ്യക്തിക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതാണ് 1 കൊരിന്തോസ് 2:16 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു. ഇത് ഒരിക്കലും ലൗകിക മനുഷ്യന് സാധിക്കില്ല. കാരണം ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ അത് ഭോഷത്വമാണ്. പക്ഷേ ആത്മീയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിഞ്ഞ് കൃപാപൂർണമായൊരു ജീവിതം അവൻ ക്രമപ്പെടുത്തും. അവനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവത്തിൻ്റെ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റും. കാനായിലെ വിവാഹ വിരുന്നിൽ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ സംഭവിക്കുന്ന ആദ്യത്തെ അത്ഭുതം ഇതിനൊരു അടയാളമാണ്. ഇവിടെ ദൈവമാതാവ് ദൈവപിതാവിൻ്റെ, ഈശോയുടെ, പരിശുദ്ധാത്മാവിൻ്റെ, അതായത് ത്രിത്വൈക ദൈവത്തിൻ്റെ മനസ്സ് വായിച്ചെടുക്കുന്നുണ്ട്.
ദൈവമഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ട അത്ഭുതത്തിൻ്റെ സമയം ഇതാണെന്ന് ദൈവമാതാവ് വിവേചിച്ചറിയുന്നു. അതുകൊണ്ടാണ് അവൾ പുത്രനോട് അഭ്യർത്ഥിക്കുന്നത് അവർക്ക് വീഞ്ഞില്ല എന്ന്. അവിടെ സമയമായിട്ടില്ല എന്ന് പറയുമ്പോഴും ദൈവമാതാവ് പറയുന്ന പ്രകാരമാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. ഇങ്ങനെ അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും പുനഃക്രമീകരിച്ച് കഴിയുമ്പോൾ നമുക്കും ഈശോയുടെ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ദൈവമാതാവിനെ പോലെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി നമ്മുടെ ഹൃദയങ്ങളെയും രൂപാന്തരപ്പെടുത്താൻ പറ്റും. മൂന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഇങ്ങനെ ദൈവമാതാവിനെ ഗബ്രിയേൽ ദൂതൻ സ്തുതിക്കുമ്പോൾ ദൈവമാതാവിനോട് ഗബ്രിയേൽ ദൂതൻ പറയുന്ന പ്രകാരമാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹീതയാണ് ദൈവമാതാവെന്ന് നമ്മളും ജപമാല പ്രാർത്ഥനയിൽ ആവർത്തിച്ച് ഉച്ചരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്ങനെയാണ് ദൈവമാതാവ് സ്ത്രീകളിൽ മാത്രമല്ല ഈശോയുടെ മനുഷ്യ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതയായി മാറുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആദ്യ മനുഷ്യൻ ആദവും പിന്നെ അവളുടെ ആദത്തിൻ്റെ ഭാര്യ ഹവ്വ. ഈ ഹവ്വായ്ക്ക് സംഭവിച്ചത് എന്താണ്? ഹവ്വ പിശാചിൻ്റെ വാക്കുകേട്ട് ദൈവകൽപ്പനയ്ക്കെതിരായി, ദൈവസ്നേഹത്തിന് എതിരായി പ്രവർത്തിച്ചു. സർപ്പത്തിൻ്റെ വാക്കുകേട്ട് തിന്നരുതെന്ന് പഴം അവൾ തിന്നാൻ ഭർത്താവിനെ പ്രേരിപ്പിക്കുകയും ദൈവസ്നേഹത്തിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്തു. പാപം ഈ ലോകത്തിൽ എൻ്റർ ചെയ്യാൻ, അതായത് പ്രവേശിക്കാൻ ഒരു വഴിയൊരുക്കുകയും ചെയ്തു. ദൈവമാതാവ് എന്താണ് ചെയ്തത്? ദൈവമാതാവ് പാപത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ദൈവപിതാവിൻ്റെ ആ മനസ്സ് അറിഞ്ഞുകൊണ്ട് രക്ഷകൻ്റെ അമ്മയാകാൻ, അതായത് ലോകം മുഴുവൻ്റെയും പാപപരിഹാരമായി ബലിയാൻ പോകുന്ന ആ ദൈവപുത്രനെ ഉദരത്തിൽ സംവഹിക്കാൻ ദൈവപിതാവിൻ്റെ ആ ഒരു കൽപ്പനയോട് ആമേൻ പറഞ്ഞു. അങ്ങനെ അവൾ പുതിയ ഹവ്വായായി മാറി. അങ്ങനെ അവൾ സ്ത്രീകളിൽ കൂടുതൽ അനുഗ്രഹീത, ഏറ്റവും അനുഗ്രഹീത, മനുഷ്യ സൃഷ്ടികളിൽ ഏറ്റവും സമുന്നതമായ പദവി വഹിക്കുന്ന ആളായി സ്വർഗത്തിലും ഭൂമിയിലും ഉയർത്തപ്പെട്ടു. നമ്മളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമാതാവിന് വലിയ മഹത്വം കൊടുക്കുമ്പോൾ നമ്മളും ഇതേപോലെ തന്നെ നാരകീയ ശക്തികളുടെ ആ ഒരു പോരാട്ടത്തിലാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇങ്ങനെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോഴും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോഴും പാപത്തിനെതിരായി ഈശോയുടെ രക്തം ഈ ഭൂമിയിൽ ചിന്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള പ്രതികാര നടപടിയായിട്ടാണ് നമ്മളും മിഷൻ പ്രവർത്തനങ്ങളുമായിട്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ഇറങ്ങി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പറിച്ചു പോയിട്ടുള്ള എല്ലാ മക്കളും ഒന്ന് മനനം ചെയ്യേണ്ട ഒരു സമയമാണിത്. ദൈവമാതാവ് തൻ്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ദൈവഹിതം ആരാഞ്ഞുകൊണ്ട് മരണം വരെയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് വരെയും ദൈവ തിരുസന്നിധിയിൽ സമ്പത്ത് ശേഖരിച്ചു വെക്കാൻ കാണിച്ച ആ തീക്ഷ്ണത പോലെ തന്നെ നമ്മളും മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവരും ആത്മീയമായി വലിയ സമ്പത്ത് സ്വർഗത്തിൽ പ്രാപിക്കുവാനുള്ള വലിയൊരു വിളിയാണെന്നുള്ള ബോധ്യത്തോടെ തുടർന്നുള്ള നിമിഷങ്ങളിൽ നമുക്കായിരിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ. അളവില്ലാത്ത സകല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സിമ പ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരായിരിക്കുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു, പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത്
സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവ വിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്തതിന് അങ്ങേ തിരിക്കുമാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരിക്കുമാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരിക്കുമാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ശംസ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ രക്തം വീർത്തും ധ്യാനിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇന്ന് നിയോഗങ്ങൾ സമർപ്പിക്കുന്ന എല്ലാവരെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ആൻഡ്രൂ, അച്ഛൻ്റെ മദ്യപാനം മാറണം, മക്കൾ ദൈവസ്നേഹത്തിൽ വളരണം, മാനസാന്തരത്തിന് വേണ്ടിയും കുടുംബത്തിലെ കടബാധ്യത മാറുവാൻ. ജോസി, ഭർത്താവിൻ്റെ മുട്ടുവേദന മാറണം, കടബാധ്യത, മകൾക്ക് ഒരു ആൺകുഞ്ഞിനെ ലഭിക്കുവാനും. അനീഷ്, മകന് ജോലി തടസ്സം മാറി നല്ല ജോലി ലഭിക്കണം, മകൻ്റെ വിവാഹം നടക്കണം. അരുണിന് PR കിട്ടുന്നതിനും ജോലി ലഭിക്കുന്നതിനും. മെറിൻ ജോസ്, മെറിൻ്റെ വിവാഹം മംഗളകരമായി നടക്കുവാൻ. രഞ്ജു, നല്ല ജോലി ലഭിക്കുവാൻ. ഇച്ചുവിൻ്റെ ജോലിക്കാരി ശരിയാകണം, ഇപ്പോഴത്തതിലും നല്ല ജോലി. ചിഞ്ചുവിന് നല്ലൊരു വഴി കാട്ടണം. അഞ്ജു ദീപു, സ്വന്തമായി വീട് സ്ഥലം ലഭിക്കണം, കടബാധ്യത മാറണം, കുടുംബസമാധാനവും കുട്ടികൾ നന്നായി പഠിക്കുവാനും. സിൻജൻ ചങ്ങനാശ്ശേരി, 6 ടെസ്റ്റ് പാസ്സാകുവാൻ. മിനി വർഗീസ്, മരുമകൾക്ക് വിദേശത്ത് ജോലി ലഭിക്കുവാൻ. 2ാമത്തെ മകൾക്ക് നല്ല ജോലി ലഭിക്കണം, മൂത്ത മകളുടെ ഭർത്താവ് വിശ്വാസത്തിലേക്ക് തിരികെ വരുന്നതിനും. ലീന ആൻ്റണി, വിവാഹ തടസ്സം മാറണം, വിശുദ്ധിയുള്ള കുടുംബജീവിതം കുടുംബത്തിലുണ്ടാവണം, നല്ലൊരു ജോലി ലഭിക്കണം. മിനി ജോർജ്, പങ്കാളിയുടെ പേരുള്ള വസ്തുവിൽപ്പന നടക്കണം, മകൾക്ക് നഷ്ടപ്പെട്ട ജോലി തിരികെ ലഭിക്കണം. വിപിൻ വിൻസെൻ്റ്, വിപിന് കാനഡയിൽ പഠിച്ച് ജോലി ലഭിക്കുവാൻ. ജിബിന് ദൈവവിശ്വാസമുള്ള കുടുംബത്തിൽ നിന്ന് വിവാഹം നടക്കുവാൻ. ബീന സഞ്ജയ്, ഭവനം ബുക്ക് ചെയ്ത പ്ലോട്ട് രജിസ്ട്രേഷൻ നടത്തി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കണം. ജേക്കബ് ക്ലിൻ്റൺ, ഇടക്കൊച്ചി, ജോലി ലഭിച്ചതിന് നന്ദിയും. 31-ാം തീയതി നടക്കുന്ന വിവാഹം പരിശുദ്ധമ്മയുടെ സാന്നിധ്യത്തിൽ ഏറ്റവും മംഗളകരമായി നടക്കുവാൻ. ട്രീസ, മരുമകൻ്റെ അസുഖം പൂർണ്ണമായി സൗഖ്യം ലഭിക്കണം, സംസാരശേഷി ലഭിക്കണം,
തലയിലെ ബ്ലഡ് ക്ലോട്ട് മാറിക്കിട്ടുന്നതിന് വേണ്ടിയും. ആലീസ് തങ്കച്ചൻ പനിക്കൽ ചെത്തി അപകടത്തിൽ മുറിഞ്ഞ കൈ 14/5 നടക്കുന്ന ഓപ്പറേഷനിൽ പൂർണ്ണ സൗഖ്യത്തോടെ സംരക്ഷണം ലഭിക്കണം അമ്മയുടെ. ഫെബി തങ്കച്ചൻ പനയ്ക്കൽ കുഞ്ഞിൻ്റെ മാമോദീസ 19/5 പരിശുദ്ധമ്മ നന്നായി നടത്തി തരുവാനും എല്ലാ കാര്യങ്ങളും അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണം ലഭിക്കണം. ലൈജു സെബാസ്റ്റ്യൻ മകളുടെ സുഖപ്രസവം, മകൻ്റെ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷാ വിജയം, മകൻ്റെ ഡിഗ്രി പരീക്ഷാ വിജയം. കൽപ്പന നല്ലൊരു വീട് വയ്ക്കുവാനും കടബാധ്യത മാറണം, മകൻ്റെ +2 പരീക്ഷ വിജയം. LC സേവർ പരീക്ഷാ വിജയത്തിന് നല്ല ആരോഗ്യം ലഭിക്കുന്നതിന്. സൂനമ്മ ആരോമലിന് ഉയർന്ന ജോലി ലഭിക്കുവാൻ, രണ്ടാമത്തെ മകന് കമ്പനിയിൽ നിന്നും നല്ല രീതിയിൽ ശമ്പളം ലഭിക്കുവാനും കടബാധ്യത മാറുവാനും. ഭർത്താവിൻ്റെ മദ്യപാനം മാറണം. ജിതിൻ ഉടമ്പടി കൃത്യമായി പാലിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹം നിറയുവാൻ, ജോലിയിൽ ഉന്നതിയും കടബാധ്യത മാറുവാനും. വിഷ്ണു വിജു വിദേശത്ത് ജോലി ലഭിക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ യാചിക്കുന്നു. ഭവനം നിർമ്മിക്കുവാനും തൻ്റെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹിച്ച ആളുമായുള്ള വിവാഹം നടക്കുവാനും പ്രാർത്ഥിക്കുന്നു. നെവിൻ മാത്യു നെവിൻ എന്ന മകന് ഉന്നത വിജയം ലഭിക്കുവാൻ, എല്ലാ ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പരിശുദ്ധമ്മയുടെ സംരക്ഷണവും സഹായവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ലഭിക്കുവാൻ. ബേബി കരുനാഗപ്പള്ളി മകന് PGക്ക് അവൻ ആഗ്രഹിക്കുന്നിടത്ത് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയും ഒരു ഭവനം ലഭിക്കണം, മകൾക്കും ഒരു ഭവനം ലഭിക്കണം. ചിന്നു അച്ഛൻ്റെ പാൻക്രിയാസിലെ അസുഖം മാറുന്നതിനും തങ്ങളുടെ കടബാധ്യത മാറിക്കിട്ടണം, അതിനുള്ള വഴി തെളിയിച്ചു തരണം. ചിന്നുവിന് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടുവാൻ യാചിക്കുന്നു. ഡാനിമോൾ സെബാസ്റ്റ്യൻ കോട്ടയം മെയ് 15 കാനഡയിൽ നടക്കുന്ന സ്പീച്ച് തെറാപ്പി ജോബ് ലിസ്റ്റിൽ ജോലിക്ക് കയറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കെൽവിൻ ജോലി തടസ്സം മാറണം. ദീപ ഷൈജു ഇവർ പരസ്നേഹത്തിൽ കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിനി തോമസ് സ്വന്തമായി വീട് ലഭിക്കുവാൻ, കടബാധ്യത മാറണം, മകനൊരു നല്ല ജോലി ലഭിക്കണം, നടുവേദനയിൽ നിന്നും പൂർണ്ണമായ സൗഖ്യവും കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോഷ്നി ജോർജ് മകൻ്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയും കുടുംബത്തിലെ വരുത്തിയിരിക്കുന്ന കടബാധ്യത മാറുവാനും ഭർത്താവിൻ്റെ സ്വഭാവം വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയും സ്വന്തമായി വരുമാന മാർഗം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലൻ മകന് നല്ലൊരു ജോലി ലഭിക്കണം, കുടുംബത്തിലെ കടങ്ങൾ തീരണം, മകൻ്റെ മനസ്സിലുള്ള ജീവിത പങ്കാളിയെ തന്നെ ദൈവകൃപയാൽ അവന് ലഭിക്കണം. സുഭാഷ് പാതിരപ്പള്ളി ഭവനവും സമാധാനവും ഈശ്വരാനുഗ്രഹവും ഉണ്ടാകണം, ജോലി സ്ഥിരപ്പെടണം, വിവാഹം നടക്കണം. കുഞ്ഞുമോൾ ജോമോൾ മോന് ജോലി ലഭിക്കണം, പങ്കാളിക്ക് സ്ഥിരമായ വരുമാനമുണ്ടാകണം, മകൻ്റെ എക്സാം വിജയം. ഫിലോമിന വീടിൻ്റെ കടബാധ്യത മാറി ഭവന നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കണം. മെയ് 10 ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മകന് ദൈവസ്നേഹത്തിൻ്റെ നിറവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഉണ്ടാകണം. ജോൺ ബോൾ എന്ന മകന് കാലിന് പൂർണ്ണമായി സൗഖ്യം ലഭിക്കണം. ബീന ലോട്ടസ് മകൾ അഞ്ജലിയുടെ വിവാഹം മെയ് 28 നിശ്ചയിച്ച വിവാഹം അമ്മയുടെ സാന്നിധ്യത്താൽ ഏറ്റവും മംഗളകരമായി നടക്കുവാനും വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുന്നതിലുള്ള ഉത്കണ്ഠ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ബീന ലോട്ടസ് മകൾ അഞ്ജനയുടെ ദൈവിക വിശ്വാസം കൂടുതൽ വർദ്ധിക്കുവാനും സ്നേഹിച്ച പുരുഷൻ അവൾക്ക് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോസമ്മ ബെന്നി കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിനും മക്കളുടെ നല്ല സ്വഭാവത്തിനും വീട് സ്ഥലം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സീമ വിനു അച്ഛൻ്റെയും അമ്മയുടെ അസുഖങ്ങളെല്ലാം മാറിക്കിട്ടണം, ഭർത്താവിൻ്റെ ആരോഗ്യത്തിനും നാത്തുൻ്റെയും കുടുംബത്തിൻ്റെ ആരോഗ്യത്തിനും ജോലി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും മാറുവാനും അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം യാചിക്കുന്നു. ദിവ്യ റോഷൻ കോട്ടയം തൻ്റെ ഇളയ മകൻ 2 വയസ്സ് കഴിഞ്ഞു, അവൻ സംസാരിച്ചു തുടങ്ങുവാനും യാതൊരു കുഴപ്പമില്ലാതെ വളരുന്നതിനും അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. മൂത്ത മകൻ നന്നായി പഠിക്കുവാനും തന്നെയും ഭർത്താവിനെയും കുടുംബത്തെയും കാത്തുകൊള്ളുവാനും അമ്മയുടെ സാന്നിധ്യവും കുടുംബസമാധാനം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലത തിരുവല്ല ശില്പയുടെ അമേരിക്കൻ വിസ മെയ് മാസത്തിൽ തന്നെ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ലതയുടെ ഹോർമോൺ ഇൻബാലൻസ് നോർമലാകുവാനും ദുബായിൽ ഫാമിലി വിസിറ്റിംഗ് വിസ
വിസ ലഭിക്കുവാനും ലതയുടെ വെയിറ്റ് ലോസ് മാറിക്കിട്ടുന്നതിനും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ യാചിക്കുന്നു. എൽദയുടെ മാനസികമായ എല്ലാ ടെൻഷനുകളും മാറുവാനും ജീവിതത്തിന് ഈശോയുടെ കരങ്ങളിലേക്ക് എൽദയുടെ ജീവിതത്തെ ഏൽപ്പിക്കുന്നു. രോഗസൗഖ്യത്തിന് വേണ്ടിയും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുവാനും സമാധാനം കിട്ടുവാനും സഹോദരൻ്റെ അസുഖം മാറുവാനും പ്രാർത്ഥിക്കുന്നു. മിനിമോൾ മകൾ ഈ മാസം തന്നെ പ്രഗ്നൻ്റ് ആകുവാനും നല്ലൊരു കുഞ്ഞിനെ ലഭിക്കുവാനും മകന് സ്ഥിരമായ ജോലി ലഭിക്കുവാൻ സഹോദരിയുടെ കാലിന് മുട്ടുവേദന മാറുവാനും ജോലിക്ക് വിദ്യാഭ്യാസത്തിന് അനുസൃതമായൊരു ജോലി ലഭിക്കുവാനും പ്രാർത്ഥിക്കുന്നു. ബിബിൻ ജോൺ സ്ഥിരമായി തൻ്റെ മക്കൾക്ക് വരുന്ന പനി മാറുവാനും ജൂൺ 3 കാനഡയിൽ കോർട്ടിൽ നടക്കുന്ന വിധി തനിക്ക് അനുകൂലമായി മാറണം. ആൻ്റണിയുടെ വിസ ശരിയായി കിട്ടണം. നെഹ്യ നെവൽ ബാങ്കിൽ സ്ഥിരമായി ജോലി ലഭിക്കണം. വിവാഹം നല്ല രീതിയിൽ നടക്കുവാൻ ആധാരം തിരികെ എടുക്കുന്നതിനും വിവാഹം നടക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശശികുമാർ ബിസിനസ്സിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും ആയുരാരോഗ്യത്തിന് വേണ്ടിയും പരിശുദ്ധമ്മയുടെ അനുഗ്രഹവും സംരക്ഷണം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ആദി രതീഷ് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണം. അസുഖങ്ങൾ കുടുംബത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറണം. എബി രതീഷ് ജോർജിന് ഏലീശ രണ്ടുപേർക്കും നല്ല ജോലി ലഭിക്കണം. ഏലീശയുടെ ആരോഗ്യം നല്ല രീതിയിലാകണം. മകളുടെ മാനസിക സംരക്ഷണത്തിനും മക്കൾക്ക് 4 പേർക്കും പരിശുദ്ധമ്മയുടെ ഈശോയുടെ സംരക്ഷണവും സമാധാനവും കരുണയും ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ജോർജ് ഈ മാസം നടക്കുന്ന ക്യാൻസർ ചെക്കപ്പിൽ യാതൊരു കുഴപ്പവും ഉണ്ടാകാതിരിക്കാനും അമ്മയുടെ സംരക്ഷണവും സഹായം കുടുംബങ്ങൾക്കുണ്ടാകാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നവീൻ എത്രയും വേഗം വിസ ശരിയായി വിദേശത്തെത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രീദേവി തൻ്റെ ഭർത്താവിൻ്റെ ക്യാൻസർ രോഗം പൂർണ്ണമായി മാറിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകളുടെ അസുഖങ്ങളെല്ലാം മാറണം. മരുമകളുടെ രോഗത്തിന് മാറ്റം വരണം. ഉഷ എനിക്ക് 6 മാസമായി ചുമയും ശ്വാസമുട്ടലുമാണ്. അമ്മയുടെ സഹായ സംരക്ഷണവും കരുണയും ലഭിച്ച് രോഗസൗഖ്യത്തിന് വേണ്ടിയും നല്ല വീട് ലഭിക്കുവാനും മകൻ്റെ മദ്യപാനം മാറണം. 2ാമത്തെ മകൻ്റെ വിവാഹം നടക്കണം. ആലിസ് ജോസഫ് ബയോപ്സി റിസൾട്ടിൽ യാതൊരു കുഴപ്പവും പരിശുദ്ധമ്മയുടെ കരുണയാൽ ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ ആരോഗ്യത്തിനും കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു.
അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജവമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവസം നമ്മുടെ കർത്താവ് ശംസ പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടവൻ ധ്യാനിക്കാം. സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. സിനി ജോസ്, മോൾക്ക് PSC വഴി നേഴ്സായി ജോലി ലഭിക്കണം. മകൾക്ക് നല്ലൊരു കുഞ്ഞിനെ ലഭിക്കണം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും സംരക്ഷണവും ലഭിക്കണം. ഇവ മരിയ, സ്ഥിരമായൊരു ജോലി ലഭിക്കുവാൻ, കുടുംബത്തിലെ കടബാധ്യതകളെല്ലാം മാറണം. ചേച്ചിക്കൊരു ഭവനം ലഭിക്കണം. സിദ്ധാർത്ഥ്, മകൻ്റെ പരീക്ഷ പാസ്സാകണം, ജോലി ലഭിക്കണം. അമ്മ +2 നല്ല റിസൾട്ട് ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചേട്ടന് പ്രമോഷൻ ലഭിക്കുവാനും. റിമയ, അച്ഛൻ്റെ കാലിന് പൂർണ്ണമായി സൗഖ്യം ലഭിക്കണം. അമ്മയുടെയും കുഞ്ഞിൻ്റെയും അസുഖങ്ങളെല്ലാം മാറ്റി നല്ല രീതിയിലാക്കി തരണം. കുടുംബത്തിലെ കടബാധ്യതകൾ മാറണം. ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം സ്നേഹിക്കുവാനും അദ്ദേഹത്തിൻ്റെ മനസ്സ് അമ്മ മനസ്സിലാക്കുന്നതിനും വേണ്ടിയും. സേവ്യർ, അനിൽകുമാറിന് പാപബോധവും പശ്ചാത്തലം ലഭിക്കുവാനും വസ്തുവിൽപ്പന നടക്കുവാനും വസ്തു തിരികെ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 40 സ്ഥലം തിരികെ ലഭിക്കുവാൻ, പൈസ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലക്സ് മാത്യു, മകൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറുവാനും പൂർണ്ണ ആരോഗ്യം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൻ്റെ വിജാതി പെൺകുട്ടിയുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുവാനും പ്രാർത്ഥിക്കുന്നു. മകൻ്റെ മദ്യപാനവും ചീത്ത കൂട്ടുകെട്ടുകളും മാറുവാനും. അലക്സ് മാത്യു, ജോലി കയറ്റത്തിന് വേണ്ടിയും രോഗാവസ്ഥ മാറുവാനും വേണ്ടി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ യാചിക്കുന്നു. മകൻ്റെ അനുസരണക്കേട് മാറി നല്ല സ്വഭാവം കിട്ടുവാനും ഭാര്യയുടെ രോഗാവസ്ഥകളെല്ലാം മാറിക്കിട്ടുവാനും. ലിസി ലോറൻസ്, ഈ മാസം തന്നെ ഒരു ഭവനം ലഭിക്കണം. കടബാധ്യത മാറണം. ബാങ്കിൽ നിന്ന് പൈസ ലഭിക്കുവാനുണ്ട്, അത് തിരികെ ലഭിക്കണം. അനീറ്റ മോൾക്ക് നല്ല ഉയരവും തൂക്കവുമായ ഉണ്ടാകുവാനും പരീക്ഷ കൃത്യമായി വരുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലനും അലീനയും പരീക്ഷയിൽ ഉയർന്ന മാർക്കോട് പാസ്സാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. രേഷ്മയുടെ വിവാഹത്തിന് സാമ്പത്തികം ഒരുക്കി തരണമെന്ന് അമ്മേ മാതാവെ യാചിക്കുന്നു. നീനു വർഗീസ്, +2 പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഫിസിക്സിലെ ഉള്ള ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മീനി ചേച്ചിക്ക് നല്ല ജോലി ലഭിക്കുവാനും ഡേവിസിന് ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുവാനും. നീനു വർഗീസ്, നിർദ്ധരായ ആളുകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, അശരണർക്ക് വേണ്ടിയും. ദീക്ഷിത് ദാസ്, മകളുടെ വിവാഹ തടസ്സം മാറണം, ജോലി ലഭിക്കണം, വസ്തുവിലുള്ള എല്ലാ തർക്കങ്ങളും മാറി കിട്ടണമെന്ന് അമ്മേ മാതാവെ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ വിവാഹം നടക്കണം. ജെസി ജോസഫ്, പാരമ്പര്യമായ എല്ലാ രോഗങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കണം. മകന് സ്ഥിരമായ ജോലി, ദൈവിക സംരക്ഷണം ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അൽഫോൻസ ജോസഫ്, ജോസിനൊരു കുഞ്ഞിനെ ലഭിക്കണം, ഭവനം ലഭിക്കണം, തലക്കറക്കം മാറണം. ഷിജി നല്ല രീതിയിൽ ജർമ്മൻ ഭാഷ പഠിച്ച് വിദേശത്ത് പോകുവാനും. മേരി ജോസഫ്, രോഗസൗഖ്യത്തിനും മകളുടെ ജോലി സ്ഥിരമാകുന്നതിന് വേണ്ടിയും കാറ്ററിംഗ് നല്ല രീതിയിൽ നടക്കുവാനും. ഷാജു, മകൻ്റെ മദ്യപാനം മാറണം, നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് നയിക്കണം, സ്വന്തമായ ഭവനം ലഭിക്കുവാനും. കടബാധ്യത മാറണം. നിവിയ, കുഞ്ഞിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. 6 എക്സാം പാസ്സാകുവാനും ശാരീരിക അസ്വസ്ഥതകൾ മാറുവാനും. മരിയ ജോയി, ജെറിൻ്റെ പഠന മേഖലയിലുള്ള തടസ്സം മാറണം,
നല്ല കോഴ്സ് ലഭിക്കണം. മരിയയ്ക്ക് പഠന വികസിതി ഉണ്ടാകുവാനും രോഗസൗഖ്യത്തിനും റോസമ്മയുടെ ശാരീരിക സൗഖ്യത്തിനും വേണ്ടിയും. അൽഫോൻസ ടോണി കുടുംബ വിശുദ്ധീകരണം, കുടുംബത്തിലുള്ള എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും വിശുദ്ധിയിലും വളരുവാനും മകൻ അരുണിൻ്റെ വിവാഹം ദൈവഹിത പ്രകാരം അനുഗ്രഹപ്രദമായി നടക്കുന്നതിനും. വിജയമ്മ ലക്ഷ്മി സ്ഥലം വിൽക്കുന്നതിന് മകളുടെ അസുഖം മാറുവാൻ, മകന് കുഞ്ഞിനെ ലഭിക്കുവാൻ, സഹോദരനുമായി രമ്യതയിൽ സഹകരിച്ചു പോകുവാൻ. റെജീന ജോസഫ് 4 തൈക്കൽ അസുഖം പെട്ടെന്ന് സൗഖ്യപ്പെടണം, ഓപ്പറേഷനിൽ പരിശുദ്ധമ്മയുടെ സംരക്ഷണവും സഹായം ലഭിച്ച് ആരോഗ്യം വീണ്ടും കിട്ടണം. വീടിൻ്റെ പാലുകാച്ചലിലും അലീന മോളുടെ സ്വഭാവം മാറുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അന്നമ്മ തുരുത്തേൽ വള്ളം വിറ്റ് കിട്ടുവാനും മക്കളുടെ വിവാഹം നടക്കണം, മകളുടെ ശ്വാസമുട്ടൽ മാറണം. ദാനിയേലിൻ്റെ ആരോഗ്യത്തോട് വളരുവാനും ദൈവകൃപയും സംരക്ഷണം ലഭിക്കുവാനും നന്നായി സംസാരിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനിത പ്രീതിയുടെയും മരിയയുടെയും വിവാഹ തടസ്സം മാറണം, പ്രിയയുടെ കുടുംബത്തിന് സംരക്ഷണവും ജീവിതത്തിൽ സമാധാനവും സന്തോഷം ലഭിക്കുവാനും അനിതയുടെ ചേച്ചിയുടെ കുടുംബത്തിൽ അനുഗ്രഹിക്കപ്പെടുവാനും അവരുടെ കടബാധ്യത മാറുവാനും. ഡെലിയ യു കെയിൽ നല്ലൊരു ഭവനം വയ്ക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ പഠിക്കുവാൻ ദൈവിക സ്വഭാവത്തിൽ വളരുവാനും രണ്ടുപേരുടെയും കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും ജോലിയിൽ ഉന്നതി ലഭിക്കുവാനും. സാനിയ മോൾ ഉയർന്ന ജോലി ലഭിക്കുന്നതിനും കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ മാതാപിതാക്കൾക്ക് സംരക്ഷണവും അനുഗ്രഹവും ഉണ്ടാകുവാൻ ഈശോയുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാനും ദൈവകൃപയുണ്ടാകുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരി ഗ്രേസ് കുടുംബത്തിലുള്ള എല്ലാ തകർച്ചകളും മാറി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുവാനും മകൻ്റെ എല്ലാ കേസുകളും മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പോൾ മദ്യപാനം മാറുവാനും കുടുംബത്തിൽ സമാധാനവും ഐക്യവും മദ്യപാനം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരിയ ആരോഗ്യം ലഭിക്കുവാൻ, കുഞ്ഞിനെ ലഭിക്കുവാൻ, നടക്കാനിരിക്കുന്ന ടെസ്റ്റിൽ കുഴപ്പമൊന്നും ഉണ്ടാകാതിരിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ജോലി ലഭിക്കുവാനും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുവാൻ. നെവിൻ ഫെബി കോട്ടയം ഓഗസ്റ്റിൽ എഴുതുന്ന MGS എക്സാം പാസ്സാകുന്നതിന് വേണ്ടിയും ഉന്നത വിജയത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ന്യൂസിലൻഡിൽ സ്വന്തമായൊരു ഭവനം പണിയുന്നതിന് വേണ്ടിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി ജോലി മേഖലയിൽ ഉയർച്ച ലഭ്യമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോണി OET എക്സാം പാസ്സാകുവാൻ, ജോലി ലഭിക്കുവാൻ. ജാസ്മിൻ സ്ഥിരമായ ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിയ ജിയയുടെ പ്രസവത്തിൽ ഒരു കുഴപ്പവുമില്ലാതെ ഇരിക്കുവാനും ലൈറയുടെ പഠിത്തം നന്നായ രീതിയിൽ നടക്കുന്നതിനും നീനുവിൻ്റെ പണികൾ നന്നായി പോകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലൗലി മക്കളുടെ മാനസാന്തരത്തിനും കടയിൽ നല്ല രീതിയിൽ കച്ചവടം ഉണ്ടാകുവാനും തേനിൻ്റെ കച്ചവടത്തിൽ യാതൊരു കുഴപ്പവും ഉണ്ടാകരുതെന്നും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ യാചിക്കുന്നു. ജുവിൽ സന്തോഷ് 3 വർഷമായി അമ്മയുടെ കാലിലെ മുട്ടുവേദന അനുഭവിക്കുന്നു. മുട്ടുവേദനയും നീരും മാറിക്കിട്ടുവാൻ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ യാചിക്കുന്നു. സ്വത്ത് തർക്കം മാറുവാനും പരീക്ഷയിൽ ഉന്നത വിജയത്തിനും സഹോദരൻ്റെ അസുഖങ്ങൾ മാറുവാനും. നിഹ ഒറീസ അച്ഛൻ്റെ അസുഖം മാറണം, ചേച്ചിയുടെ ഭർത്താവ് തിരികെ വരണം, സ്വത്ത് തർക്കം തീരുവാനും ഭവനത്തിൻ്റെ പണി എത്രയും വേഗം പൂർത്തീകരിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദിവാനി തൻ്റെ സഹോദരന് ജോലി ലഭിക്കണം, അമ്മയുടെ സ്ഥിരമായി വരുന്ന വയറുവേദന മാറിക്കിട്ടണം, വിവാഹം നടക്കണം. ഏലിയാമ്മ ജോർജ് മകൻ ജോജിക്ക് 8 വർഷമായി മക്കളില്ല, സർജറി നടത്തി അവർക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. മകൻ ജസ്റ്റിൻ ജോർജിൻ്റെ വിവാഹം നടക്കണം, ജോലി ലഭിക്കണം, മകൾക്കും ഒരു ജോലി ലഭിക്കണം. ബിജി ജോസഫ് മകൾ എൽസ SSLC റിസൾട്ടിൽ ഉന്നത വിജയം ലഭിക്കുന്നതിന് അമ്മയുടെ മധ്യസ്ഥ യാചിക്കുന്നു. ഭവന നിർമ്മാണം തടസ്സം കൂടാതെ പൂർത്തീകരിക്കണം. മകളുടെ B2 എക്സാമിൻ്റെ വിജയത്തിന് വേണ്ടിയും. ആൻസു സഹോദരൻ്റെ UK വിസ എത്രയും പെട്ടെന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജോലി ലഭിക്കണം. ആസ്ട്രിയയിലുള്ള ലഭിച്ച ജോലി തടസ്സം കൂടാതെ മുന്നോട്ട് പോകണം. ഭർത്താവിൻ്റെ എല്ലാ അസുഖങ്ങളും മാറിക്കിട്ടണം. കുടുംബങ്ങൾ ഈശോയിൽ സംരക്ഷിക്കപ്പെടുവാനും കുടുംബമായി അവിടെ താമസിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡൈൻസിയ മാർട്ടിൻ UK വിസ ഇൻ്റർവ്യൂ 11 നടക്കുന്നു. അമ്മയുടെ സംരക്ഷണത്താൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാകുന്നതിന് വേണ്ടിയും പാറശാൽ പടിയിൽ സ്ഥലം നല്ല ലാഭത്തിന് ലഭിക്കുന്നതിന് വേണ്ടിയും കുടുംബത്തിലുള്ള എല്ലാവരുടെ അസുഖങ്ങൾ മാറിക്കിട്ടുവാനും അമ്മയുടെ സംരക്ഷണത്തിന് വേണ്ടിയും. ബിസ്മി ബാബു BFAM എക്സാം ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാകുവാനും
നല്ല വിവാഹം നടക്കുവാനും നല്ല ജീവിത പങ്കാളി ലഭിക്കുവാനും ജോലി ലഭിക്കണം. വിജി തോമസ് പഠന തടസ്സങ്ങൾ മാറുവാനും ക്രിസ്റ്റിയുടെ പഠനത്തിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുവാനും ശാലിനിക്ക് PR ലഭിക്കുവാനും വേണ്ടി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ യാചിക്കുന്നു. ഈ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജവമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവസം നമ്മുടെ കർത്താവ് ശംശയായി യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു ധ്യാനിക്കാം. സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ബിബിൻ മാത്യു 50 ലക്ഷത്തിൻ്റെ കടബാധ്യത അത് മാറിക്കിട്ടുന്നതിന് വേണ്ടി അമ്മയുടെ മാധ്യസ്ഥ യാചിക്കുന്നു. കേസുകൾ ഒന്നുമില്ലാതെ നടത്തിക്കൊണ്ടു പോകുവാനും കൂട്ടുകാരൻ്റെ 2 ലക്ഷം രൂപ 16-ാം തീയതി തന്നെ തിരികെ കൊടുക്കുവാനുള്ള അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോസ് മേരി എത്രയും പെട്ടെന്ന് തനിക്ക് വിസ ലഭിക്കണം, ഭർത്താവിൻ്റെ അസുഖങ്ങൾ മാറണം, നല്ലൊരു മകളെ കിട്ടുവാനും. ജാൻസി സ്ഥിരമായി ജോലി ലഭിക്കുവാനും നിലനിൽപ്പിന് വേണ്ടിയും. കൃപാമേരി റോസ്മേരി മക്കളുടെ ആയുരാരോഗ്യത്തിനും റോസ്മേരിയുടെ പഠനത്തിനായും നല്ല സ്വഭാവത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആൻസു തൻ്റെ അമ്മയുടെ അസുഖം പൂർണ്ണമായി സൗഖ്യപ്പെടുവാനും സഹോദരിയുടെ കണ്ണിൻ്റെ അസുഖം മാറണം, ജോലി തടസ്സങ്ങൾ മാറണം. നിഖിൽ ഈ വർഷം 10ാം ക്ലാസ്സിലാണ്. പരിശുദ്ധമ്മയുടെ സഹായത്താൽ പാസ്സാകുവാനും നല്ല കുഞ്ഞായി വളരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലീന ലിൻഡു ആരോഗ്യമുള്ള കുഞ്ഞിന് ലഭിക്കുവാൻ ബിസിനസ്സിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും കുടുംബത്തിലുള്ള എല്ലാവർക്കും അമ്മയുടെ സംരക്ഷണവും സമാധാനവും സൗഖ്യം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രവീണ്യ വിദേശത്ത് നല്ല ജോലി ലഭിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഭവനം ലഭിക്കുവാൻ പിതാവിൻ്റെ ആയുസ്സും ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. റാണി ജോമോൻ സ്ഥലം കച്ചവടം നടന്ന കടബാധ്യത മാറണം, മക്കൾ ദൈവകൃപയിൽ വളരണം, ഭർത്താവ്
കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും. ജിസ്മരിയ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ പാസ്സാകുവാനും ജോലി സ്ഥിരമായി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈനി മകളുടെ വിവാഹം തടസ്സം കൂടാതെ നടക്കുവാനും അതിനുള്ള സാമ്പത്തിക മേഖലകൾ പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ലഭിക്കുവാനും കുടുംബ സമാധാനത്തിന് വേണ്ടിയും. എൽവൻ സംസാരശേഷി ലഭിക്കുവാൻ, അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുവാൻ, പഠിച്ച് നല്ല രീതിയിൽ ആരോഗ്യത്തോടെ ജീവിക്കുവാൻ. അഖിൽ വീടിൻ്റെ കടബാധ്യതയും തീരുവാനും വീട് സ്ഥലവും വിൽക്കുവാനും പുതിയ ഭവനം കിട്ടുവാനും തനിക്കൊരു സർക്കാർ ജോലി ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സീനിയാസ് സീരിയൽ നടനാകുവാനുള്ള അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരി ജിഫിൻ ജോളി എന്ന മകന് പൂർണ്ണ ആരോഗ്യവും ജോലി ലഭിക്കണം, ഹാർട്ടിൻ്റെ അസുഖങ്ങൾ പൂർണ്ണമായി സൗഖ്യപ്പെടണം. ജിഫിന് 11-ാം തീയതി UK നടക്കുന്ന CBT എക്സാം എഴുതുകയാണ്. അമ്മ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന് അവന് പൂർണ്ണമായി വിജയം ലഭിക്കണം. +2 എക്സാം എഴുതുന്ന മകൾക്ക് 80% മാർക്ക് നൽകി വിജയം ലഭിക്കണം. റാഫേൽ വിദേശത്ത് പോകുവാനുള്ള തൻ്റെ തടസ്സങ്ങൾ മാറണം, ജീവിത പങ്കാളി ലഭിക്കണം. കുടുംബം മുഴുവൻ ദൈവസ്നേഹത്തിൽ ആഴപ്പെടണം. ജോർജ് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐക്യവും തൻ്റെ ആരോഗ്യത്തിനനുസരിച്ചുള്ള ജോലി നൽകണമെന്ന് പരിശുദ്ധമ്മയോട് പ്രാർത്ഥിക്കുന്നു. രമണി ഭർത്താവിൻ്റെ അസുഖങ്ങൾ മാറണം, ബിസിനസ്സിൽ ലാഭകരമായ രീതിയിൽ നടന്നു പോകണം, മകന് നല്ല ജോലി ലഭിക്കണം, നല്ലൊരു വിവാഹബന്ധവും കിട്ടണം. ലിജുമോൻ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ഓട്ടിസം ഹൈപ്പർ ആക്ടിവിറ്റി മാറിക്കിട്ടണം, സംസാരിക്കാനുള്ള കൃപ ലഭിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കുടുംബത്തിലും ആ കുഞ്ഞിനും പ്രത്യേകം ലഭിക്കണം. ലിജുവിന് നല്ലൊരു ജീവിത പങ്കാളി ലഭിക്കണം, ചേച്ചിയുടെ ജോലി തടസ്സം മാറണം. ലിസി ജോസഫ് മകളുടെ വിവാഹം നടക്കണം, മക്കളുടെ മദ്യപാനം മാറണം, കുമ്പസാരിച്ച് കുർബാനയിൽ സ്വീകരിച്ച് നല്ലൊരു കൂദാശ ജീവിതവും ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകുവാനും പരിശുദ്ധമ്മയുടെ പ്രത്യേക മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ തങ്ങളുടെ വഴി തടസ്സം മാറിക്കിട്ടണം. ക്രിസ്പിൻ ഗ്രീറ്റാമോൾക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയും ഗ്രീറ്റാമോൾ നല്ലൊരു ജോലി സ്ഥിരമായി ലഭിക്കുവാനും മക്കൾക്ക് നല്ല ജീവിത പങ്കാളി ലഭിക്കുവാനും ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുവാനും പ്രാർത്ഥിക്കുന്നു. ഷീബ വീട് പണി തുടങ്ങിയിട്ട് ജോലിക്കാരെ ലഭിക്കുന്നില്ല, ജോലിക്കാർ സ്ഥിരമായി വന്ന് ഭവന പണി എത്രയും വേഗം പൂർത്തിയാക്കണം. കുഞ്ഞ് നല്ലവണ്ണം സംസാരിക്കുവാനും പണയം വെച്ചിരിക്കുന്ന സ്വർണങ്ങൾ തിരികെ എടുപ്പിക്കുവാനും പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുവാനും വേണ്ടി ഈ മകൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. രാജു ആൽബിൻ അമ്മേ മാതാവേ തൻ്റെ ഹസ്ബൻഡിൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറിക്കിട്ടുവാൻ അമ്മയുടെ മധ്യസ്ഥ യാചിക്കുന്നു. മകൾക്ക് തനിക്ക് സൗദിയിൽ പോകുവാനുള്ള എല്ലാ തടസ്സങ്ങളും മാറുന്നതിന് വേണ്ടിയും തൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും ആയുരാരോഗ്യവും സമാധാനം ലഭിക്കുവാനും. ഷൈനി രോഗസൗഖ്യത്തിനും മക്കളുടെ പരീക്ഷാ വിജയം തടസ്സങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്റ്റി കേസ് വിജയിക്കുവാൻ, വിവാഹ തടസ്സം മാറുവാൻ, മദ്യപാനം മാറുവാൻ. ടോണി കേസ് വിജയിക്കുവാൻ, വിസ ലഭിക്കുവാൻ, ദുശീലങ്ങൾ മാറുവാൻ. ക്രിസ്റ്റി തൊഴിൽ മുന്നേറ്റത്തിനും മക്കളെ ലഭിക്കുവാൻ, കടഭാരങ്ങളെല്ലാം മാറിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രമാണം ചെയ്ത് കിട്ടുവാൻ, മക്കൾ ദൈവാനുഗ്രഹത്തിൽ വളരുവാൻ. മിനി പോൾ മോൻ്റെ ജോലി തടസ്സം മാറുവാനും വിവാഹ തടസ്സം മാറുവാൻ, വീട് ലഭിക്കുവാൻ, രോഗസൗഖ്യത്തിന് വേണ്ടിയും. സുശീല സെൽവൻ വിവാഹ തടസ്സം മാറണം, വിസയ്ക്ക് കൊടുത്ത പൈസ തിരികെ ലഭിക്കണം, കടബാധ്യതകൾ മാറണം. ജയന്തി രോഗസൗഖ്യത്തിന്, നല്ല മാർക്ക് മക്കൾക്ക് ലഭിക്കുവാൻ, തൊഴിൽ മേഖലാ മുന്നേറ്റത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേഴ്സി തനിക്ക് നല്ലൊരു അഡ്മിഷൻ ശരിയാകുവാനും പൂർണ്ണമായ രോഗസൗഖ്യത്തിന് വേണ്ടിയും കടബാധ്യതകളെല്ലാം മാറിക്കിട്ടുവാൻ അമ്മയുടെ മധ്യസ്ഥ യാചിക്കുന്നു. ചുബിൻ നല്ല ജോലി ലഭിക്കണം, കടഭാരം മാറണം, അമ്മയുടെ ശാരീരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉഷ ഉന്നത വിജയത്തിന് വേണ്ടിയും ദൈവാനുഗ്രഹത്തിന് വേണ്ടിയും കുടുംബം സമാധാനത്തിൽ മുന്നോട്ട് നീങ്ങുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരി ഗ്രേസ് കുടുംബത്തിൽ സമാധാനവും സന്തോഷമുണ്ടാകുവാനും തൻ്റെ പൂർണ്ണമായ രോഗസൗഖ്യത്തിനും ജോലി സ്ഥിരതയ്ക്കും വേണ്ടിയും അമ്മയുടെ മധ്യസ്ഥ യാചിക്കുന്നു. മറിയാമ്മ പൂർണ്ണമായ രോഗസൗഖ്യവും ആയുരാരോഗ്യത്തിന് വേണ്ടിയും കുടുംബത്തിൽ മക്കളും സമാധാനത്തിൽ പരസ്പരം സ്നേഹിച്ച് സഹകരിച്ചും പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റീന ഫ്രാങ്ക്ലിൻ ഭവനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി, വിസ തടസ്സം മാറുവാൻ, കടഭാരം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
സോണിയ നേഴ്സിംഗ് എക്സാം ഉന്നത വിജയം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കെവിൻ്റെ വിസ തടസ്സം മാറിക്കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. മേഴ്സി രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ മാറണം, കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിൽക്കണം. തങ്കം പൗലോസ് ജോലി തടസ്സം മാറണം, വിവാഹം നടക്കണം, കൊടുത്ത പൈസകളെല്ലാം തിരികെ കിട്ടണം. സെബാസ്റ്റ്യൻ കമ്പനിയിൽ നഷ്ടപ്പെട്ട പൈസ തിരികെ കിട്ടുവാൻ, കടബാധ്യതകൾ മാറുവാൻ, പൈശാചിക ശക്തിയിൽ നിന്നും വിടുതൽ ലഭിക്കുവാൻ വേണ്ടി. പൗലോസ് തൻ്റെ എല്ലിൻ്റെ തേയ്മാനം മാറിക്കിട്ടണം, ശാരീരികമായ ആരോഗ്യം ലഭിക്കണം, കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ജോലി തടസ്സവും മാറിക്കിട്ടണം. ജിബിൻ ജോർജ് ജീവിതത്തിലെ എല്ലാ തടസ്സമേഖലകളും മാറുവാനും അനിയൻ വിശുദ്ധമായ ദൈവിക വിശുദ്ധിയിൽ ജീവിച്ച നല്ലൊരു വൈദികനായി തീരുവാൻ അമ്മയുടെ മധ്യസ്ഥ യാചിക്കുന്നു. തൻ്റെ കടബാധ്യതകളെല്ലാം മാറണം. റോസി ബെന്നി അപകടത്തിൽ തലയ്ക്ക് വാരിയലിനും പറ്റി ICUവിൽ കഴിയുന്ന ആ മകന് പൂർണ്ണമായ സൗഖ്യം ലഭിക്കുവാൻ അമ്മയുടെ മധ്യസ്ഥ യാചിക്കുന്നു. മക്കൾക്ക് പരീക്ഷാ വിജയത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക്, ഈശോൻ്റെ ദിവ്യഹൃദയത്തിലേക്കും ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സുസ്ത്രീ കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ത്രീ കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ത്രീ കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ത്രീ കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ത്രീ കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ത്രീ കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ത്രീ കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ത്രീ കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ത്രീ കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ത്രീ കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നികളെ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം ദിവസം നമ്മുടെ കർത്താവ് ശംശ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധിക അപമാനവും വ്യാകുലതയും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ തിരുത്തോളുമേ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടു ധ്യാനിക്കാം. സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. അജിത പഠനം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും പഠന വിജയത്തിന് വേണ്ടിയും കുടുംബത്തിലെല്ലാവർക്കും തനിക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കുന്നതിന് വേണ്ടിയും ടെൽവിൻ ബാബു, ടെൽവിന് സന്തോഷകരമായ കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സിൻസിക്ക് സമയം ക്രമീകരിച്ച് സുഖപ്രസവത്തിലൂടെ വൈകല്യങ്ങളൊന്നുമില്ലാത്ത ഒരു കുഞ്ഞോമനെ ലഭിക്കുവാനും അമ്മയുടെ മധ്യസ്ഥം യാചിക്കുന്നു.
എൽവിൻ്റെ സാമ്പത്തിക മേഖലയെ അനുഗ്രഹിക്കുവാനും രണ്ടുപേർക്ക് ജോലി ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആശ്വിൻ ജുവൽ നല്ല സ്വഭാവത്തിൽ വളരുവാനും കൂദാശ കുർബാന സ്വീകരണം നന്നായ രീതിയിൽ നടക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കുവാനും കുടുംബം തിരുരക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ മാറിക്കിട്ടുവാനും രാന ഉടമ്പടി എടുക്കുവാനുള്ള തടസ്സം മാറണം. കടബാധ്യത, സന്താനലബ്ധി. സുമി ബാംഗ്ലൂർ സർട്ടിഫിക്കറ്റ് ക്ലിയർ ചെയ്ത് കിട്ടണം. നേഴ്സിംഗ് ഇൻ്റർവ്യൂ വിജയിച്ച് വർക്ക് ചെയ്യുന്നതിനുള്ള ഹോം കെയറിൽ തന്നെ ജോലി ലഭിക്കണം. മാർഷൽ ഷിപ്പിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ യാചിക്കുന്നു. റോസമ്മ അസുഖങ്ങൾ മാറുവാൻ കുടുംബ സമാധാനത്തിന്. സോജൻ നാളെ നടക്കുന്ന ഗൃഹപ്രവേശന കർമ്മം അമ്മയുടെ ഈശോയുടെ സംരക്ഷണത്താൽ എത്രയും നല്ല രീതിയിൽ നടക്കുവാനും കാലാവസ്ഥയ്ക്ക് വേണ്ടിയും കുടുംബത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പരിശുദ്ധമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും തുടർന്നും കുടുംബത്തിനും ഉണ്ടാകുവാനും നാൻസിക്ക് ജോലി ലഭിക്കുവാനും റാങ്ക് ലിസ്റ്റുള്ള മകൾക്ക് എത്രയും പെട്ടെന്ന് നിയമനം ലഭിക്കുവാനും രണ്ടാമതൊരു കുഞ്ഞിനെ ലഭിക്കുവാനും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ യാചിക്കുന്നു. മിനി ജോൺസൺ മെയ് 30 നടക്കുന്ന കേസിൽ വിജയം ലഭിക്കുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മകൻ്റെ പരീക്ഷാ വിജയത്തിന് മക്കൾക്ക് നല്ല ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസി കുടുംബത്തിലെ കടബാധ്യതകൾ പൂർണ്ണമായും മാറിക്കിട്ടണം. മകൻ്റെ വിവാഹ തടസ്സം മാറണം. അനിയത്തിയുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയും. അജീന മകളുടെ വിവാഹം മംഗളകരമായി നടക്കുവാനും ശാരീരിക സൗഖ്യത്തിനും ഭർത്താവിൻ്റെ ജോലി തടസ്സമുണ്ടാകാതിരിക്കുവാനും സന്തോഷത്തോട് കുടുംബവുമായി മുന്നോട്ട് പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഞ്ജു എൽസ തോമസ് അഞ്ജിക്ക് മെയ് 5 നടക്കുന്ന നീറ്റ് എക്സാമിൽ ഉന്നത വിജയം ലഭിക്കുവാൻ. ആലീസിന് +2 ഉന്നത വിജയം ലഭിക്കണം. മനോജിന് നല്ല ജോലി ലഭിക്കണം. അജീഷ് 2024 ഓഗസ്റ്റ് 20 മുമ്പ് വിവാഹം നടക്കണം. നല്ല പങ്കാളി ലഭിക്കണം. ജൂലൈ മാസത്തിൽ തന്നെ KMMൽ ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്തോഷവും സമാധാനമായ കുടുംബജീവിതത്തിന് വേണ്ടിയും. നേഹ സെവ്യർ വിവാഹം നടക്കുവാൻ, തെറ്റായ കൂട്ടുകെട്ടിൽ നിന്ന് മാറുവാൻ, മാതാപിതാക്കളുമായി രമ്യതയിലാകുവാൻ. ആൻസമ്മ മക്കൾക്ക് UK-യിൽ സ്ഥിരമായി താമസിക്കുവാൻ കൃപ നൽകുവാനും യാതൊരു കുറവുമില്ലാത്ത കുഞ്ഞുങ്ങളെ ലഭിക്കുവാൻ 11-ാം തീയതി നടക്കുന്ന ക്ലിനിക്കൽ എക്സാം പാസ്സാകുവാനും അതിനുള്ള പിന്നീടുള്ള ജീവിത വഴികൾ തുറന്നു കിട്ടുവാനും കാലിലെ ചൊറിച്ചിലും അലർജി രോഗങ്ങളും മാറിക്കിട്ടുന്നതിന് പ്രാർത്ഥിക്കുന്നു. അലർജി രോഗങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗീത വർഗീസ് മകൻ്റെ DH എക്സാം പാസ്സാകണം. ലാസ്റ്റ് ചാൻസാണ്. അമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകം യാചിക്കുന്നു. തൻ്റെ 1 കോടി രൂപയുടെ കടമുണ്ട്. അതിനുവേണ്ടി അമ്മയുടെ മധ്യസ്ഥ യാചിക്കുന്നു. ഭവനത്തിൽ പ്രാർത്ഥനാ ചൈതന്യം ഉണ്ടാകുവാനും ഇപ്പോൾ വാടക വീട്ടിലാണ്. ഈ കടബാധ്യതമേൽ അമ്മയുടെ ഈശോയുടെയും കരുണ ലഭിക്കുവാൻ ഈ മകൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഷീജ മകൾക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ലഭിക്കുവാനും പൂർണ്ണ രോഗസൗഖ്യത്തിനും ജോലിസ്ഥലത്തെ കണക്കുകളെല്ലാം തെറ്റിപ്പോകാതിരിക്കുവാനും ജോലി സ്ഥിരതയ്ക്ക് വേണ്ടിയും നഷ്ടപ്പെട്ടു പോയ പൈസ തിരികെ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബീന ജോസി കുടുംബത്തിലെയും മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അമ്മയെയും സഹോദരങ്ങളെയും സമർപ്പിക്കുന്നു. തങ്ങളുടെ ജോലി സ്ഥാപനത്തെ സമർപ്പിക്കുന്നു. ഗീത ജോർജ് മകൾ അന്നയ്ക്ക് കാനഡയിൽ PR എത്രയും പെട്ടെന്ന് ലഭിക്കുവാനും പഠനം പൂർത്തീകരിച്ച് ജോലി ലഭിക്കുവാനും അതിൻ്റെ ഡോക്യുമെൻസുകൾ യാതൊരു കുഴപ്പമില്ലാതെ കാനഡയിൽ എത്തുവാനും. ജോർജ്, ഗീത, അന്ന, ചെറിയാൻ എന്നിവരിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകവും ഉണ്ടാകുവാനും. ജോർജിയ മരിയ മെയ് 11 നടക്കുന്ന പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുവാൻ, നല്ലൊരു ജീവിത പങ്കാളി ലഭിക്കുവാൻ, ഫാദർ ബെന്നിയുടെ അലർജിയുടെ അസുഖം മാറുവാൻ വേണ്ടി മധ്യസ്ഥ യാചിക്കുന്നു. ജീന എറണാകുളം ജോസഫിൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറിക്കിട്ടണം. ഐസക്ക് മിടുക്കനായി സംസാരിക്കണം. ആൻ്റണി മിടുക്കനായി +2 പഠിച്ച് പാസ്സായി നല്ല ജോലി മേഖലകളിൽ ലഭിക്കണം. ജോബിൻ ജോലി ലഭിക്കുവാൻ, കടബാധ്യത മാറുവാൻ, തൻ്റെ നിരന്തരമുള്ള തലവേദന മാറിക്കിട്ടുവാൻ. ജോൺ കേസിൽ നിന്ന് ഒഴിവായി കിട്ടുവാനും ജാക്സൺ കേസിൽ നിന്ന് ഒഴിവാകുവാൻ, ജോമൻ്റെ മദ്യപാനത്തിന് വേണ്ടിയും
ജിലുമോൾക്ക് ഒരു ജോലി ലഭിക്കുവാനും ജാക്സൺ തൻ്റെ കേസിൽ നിന്ന് പൂർണ്ണമായി ഒഴിവായി കിട്ടണം. നല്ല മകനായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. നല്ലൊരു പങ്കാളിയെ ലഭിക്കണം. ബേബി ആൻ്റപ്പൻ 31 വയസ്സുള്ള മകന് നല്ലൊരു പങ്കാളിയെ ലഭിക്കുവാനും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ യാചിക്കുന്നു. മകൻ്റെ ലോൺ അടച്ചു തീരുവാനുള്ള ശമ്പളം ലഭിക്കുവാനും ശമ്പളത്തിലുള്ള കൃത്യത ഇല്ലായ്മ മാറിക്കിട്ടുവാനും പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളിയുടെ ശാരീരിക ബുദ്ധിമുട്ട് മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ബിന്ദു സാജു അമ്മയുടെ ക്യാൻസർ അസുഖം പൂർണ്ണമായി മാറിക്കിട്ടണം. സഹോദരന് ക്യാൻസർ അസുഖമാണ്, അതും മാറണം. സഹോദരൻ്റെ 43 വയസ്സുള്ള തൻ്റെ സഹോദരൻ്റെ വിവാഹം അനുയോജ്യമായ പങ്കാളിയുമായി എത്രയും പെട്ടെന്ന് നടത്തി കിട്ടുവാൻ അമ്മയുടെ മധ്യസ്ഥ യാചിക്കുന്നു. എഡ്സൺ ലൂക്ക് ആൽബിൻ ഫുഡ് അലർജി മാറണം. മറ്റെല്ലാ അസ്വസ്ഥതകളും മാറിക്കിട്ടണം. ബ്ലഡ് കൗണ്ട് നോർമലാകുവാനും പ്രാർത്ഥിക്കുന്നു. നെൽസൺ ശാരീരികമായ അസ്വസ്ഥതകൾ മാറുവാനും പരിശുദ്ധമ്മയുടെ സഹായത്താൽ എല്ലാ മേഖലകളിലും അമ്മയുടെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുവാനും പ്രാർത്ഥിക്കുന്നു. ലിസി ദൈവത്തിൻ്റെ നിറവിനാൽ മക്കളെയും ഭവനത്തെയും ദൈവകൃപയാലുള്ള മക്കളെയും ഭവനങ്ങളെയും സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലെനിന് ജോലി ലഭിക്കണം. മദ്യപാനം പുകവലി മാറണം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കുവാനും ആഷ്നാൽ പരീക്ഷയിൽ വിജയിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിനിലു ബെൻ ജോൺസിന് ഓസ്ട്രേലിയയിൽ PR ലഭിക്കണം. മേരിക്ക് നല്ലൊരു സ്കൂളിൽ ഹെഡ് മാസ്റ്ററായി പ്രമോഷൻ ലഭിക്കണം. ബെനീറ്റയുടെ BSc നഴ്സിംഗ് നല്ല രീതിയിൽ പാസ്സാകണം. ജിനി എബിൻ പൂർണ്ണമായ ആരോഗ്യത്തോടുള്ള കുഞ്ഞിനെ ലഭിക്കുവാൻ അമ്മയുടെ മധ്യസ്ഥ യാചിക്കുന്നു. ജിസ്സും ലെനിയുടെയും വിവാഹം ഈ മാസം 26-ാം തീയതിയാണ്. അമ്മയുടെ ഈശോയുടെ സഹായത്താൽ നല്ല രീതിയിൽ വിവാഹം നടന്നു കിട്ടണം. നല്ല കുടുംബജീവിതമായി മുന്നോട്ട് പോകണം. EG വേരിയേഷൻ നോർമലായി കിട്ടുവാനും അവൾ പ്രാർത്ഥിക്കുന്നു. പൗലോസ് രോഗസൗഖ്യത്തിനും നവ്യയുടെ ജോലി തടസ്സം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മെറീന ജോയി ഹസ്ബൻഡ് 4-ാം പ്രാവശ്യം എഴുതുന്ന OET എക്സാം പാസ്സാകണം. നല്ല മാർക്ക് സ്കോർ ചെയ്യണം. വിദേശ ജോലി ലഭിക്കണം. മെറീനയുടെ തലവേദന, തലകറക്കം എന്നീ അസ്വസ്ഥതകളിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം ലഭിക്കണം. അതുമൂലമുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും അമ്മയുടെ കൃപയാലും കരുണയാലും മാറിക്കിട്ടണം. ചേച്ചിയുടെ ബ്ലീഡിങ്ങും കാലിലെ നീരും മാറിക്കിട്ടണം. ലാലി രാജു കാർത്തിക് എന്ന മകൻ ജൂൺ 1 ദുബായിലേക്ക് പോകുന്നു. അവൻ്റെ ഇഷ്ടമായുള്ള ജോലി ലഭിക്കുവാനും പരിശുദ്ധമ്മയുടെ സംരക്ഷണ സഹായം ലഭിക്കുവാനും കമൽ എന്ന മകൻ്റെ ദുഃഖസ്വഭാവം മാറണം. ചീത്ത കൂട്ടുകാരന് വിടുതൽ ലഭിക്കണം. ഉത്തരവാദിത്വ ബോധമുണ്ടാകണം. പൊന്നു എന്ന മകന് നല്ല ജീവിത പങ്കാളി ലഭിക്കണം. കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നിറഞ്ഞ മറിയമേ സ്ത്രീ കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീ കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീ കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീ കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീ കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീ കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീ കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീ കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടലാവുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദിവസം നമ്മുടെ കർത്താവ് ശംസ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമ്മതത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുൻപാകെ തിരുവസ്ത്രങ്ങൾ ഒഴിഞ്ഞെടുക്കപ്പെട്ട് കുരിശുമേ തിറക്കപ്പെട്ടു എന്ന് ധ്യാനിക്കാം. സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധമ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിലേക്ക് സ്ഥാപക ഡയറക്ടർ ഡോക്ടർ ഫാദർ VPHനെ സമർപ്പിക്കുന്നു. അച്ഛൻ്റെ ആത്മീയ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിൽ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുവാനും ഞങ്ങളുടെ സ്പിരിച്വൽ ആനിമേറ്റർ ക്ലിൻ്റൺ അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് പഠിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ അൾത്താര മുതൽ അടുക്കള വരെ ജോലി ചെയ്യുന്ന ഓരോ ശുശ്രൂഷകരെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും അഭിഷേകത്തിലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയും കൃപാസനത്തിൽ തീർത്ഥാടന ഉടമ്പടി എടുത്തവർ, ഓൺലൈൻ ഉടമ്പടി എടുത്തവർ, ലൈറ്റ് ദ ക്യാൻഡിൽ സമർപ്പിച്ചവർ, കൃപാസനം വാഹന ലീഡേഴ്സ്, കൃപാസനത്തിൽ നിന്ന് അഖണ്ഡ ജപമാലയുമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അവിടെ ജപമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ, ഇവരെയൊക്കെ ഈ പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പള്ളിത്തോട് സ്കൂൾ ഓഫ് ഫോക്ക് ആർട്ടിനെ സമർപ്പിക്കുന്നു. കൃപാസന സോഷ്യോയെ സമർപ്പിക്കുന്നു. മരിയൻ ഗാർഡനെ സമർപ്പിക്കുന്നു. കൃപാസന ചാരിറ്റബിൾ മിഷനെ സമർപ്പിക്കുന്നു. ഇതുവരെ മരിയൻ വണക്കം ഏറ്റെടുത്ത് നടത്തി തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചവരെയും ഇനിയുള്ള ദിവസങ്ങളിൽ സമർപ്പിക്കാനിരിക്കുന്നവരെയും പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു.
അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി. അതിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായിരിക്കുന്ന സമയലെ, ദേവദൂതന്മാരായ വിശ്വപ്രിയലെ, വിശ്വറഫായെ, മഹാത്മായ വിശ്വസേപ്പെ, സ്ലിഹന്മാരായ വിശ്വപത്രോസെ, വിശുദ്ധ പൗലോസെ, യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമയെ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിന്റെ തൃപാദങ്ങൾ കാഴ്ചവെപ്പാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പത്താം തീയതി ഗബ്രിയേൽ ദേവദൂതൻ ദേവമാതാവിനെ സ്തുതിക്കുന്നു. ഒന്നാമത് ദിവ്യമാതാവ് പ്രാപിച്ച ദൈവവരങ്ങളെക്കുറിച്ചും രണ്ടാമത് സർവേശ്വരനിൽ നിന്ന് പ്രാപിച്ച ആത്മീയമായ ഐക്യത്തെക്കുറിച്ചും മൂന്നാമത് സകല ഉത്തമ സൃഷ്ടികളേക്കാൾ കൂടുതലായി പ്രാപിച്ച ഉന്നതിയെക്കുറിച്ചും ഗബ്രിയേൽ ദേവദൂതൻ മറിയത്തെ വാഴ്ത്തി. ആദ്യം ദേവദൂതൻ സ്വർഗരാജ്ഞിയെ ആ നാഥ പ്രാപിച്ച മഹിമയെക്കുറിച്ച് നന്മപൂർണ്ണെ അങ്ങയ്ക്ക് സ്വസ്തി എന്ന് അഭിവാദ്യം ചെയ്തു. ഈ വചനങ്ങൾ കൊണ്ട് ദേവദൂതൻ ശുദ്ധ ത്രിത്വത്തിൻ്റെ സ്ഥാനപതിയായിട്ടത്രേ പരിശുദ്ധ കന്യകയെ മംഗളവാർത്ത അറിയിച്ചത്. ആ നാഥയ്ക്ക് സകല സുവിശേഷങ്ങളിലും ഉന്നത സുവിശേഷമായ കർത്താവിൻ്റെ മനുഷ്യാവതാര വാർത്ത അറിയിച്ച മറ്റു വിധത്തിൽ സ്തുതിക്കുന്നതിന് വയ്യാത്തവനായ ദേവദൂതൻ നന്മ സമ്പൂർണ്ണെ എന്നു ചൊല്ലി ആ വചനത്താൽ മാതാവിൻ്റെ മഹത്വം സ്പഷ്ടമാക്കി. എന്തുകൊണ്ടെന്നാൽ വിസ്മയിപ്പാൻ തക്ക ആ ദിവ്യകന്യക തൻ്റെ വിചാരത്തിലും വചനത്തിലും ക്രിയകളിലും എല്ലാ വക ദൈവവരങ്ങളും നന്മകളും നിറഞ്ഞവളായും ഉന്നതമാവണ്ണം വരപ്രസാദത്താൽ അലങ്കരിക്കപ്പെട്ടവളായും അനുഗ്രഹങ്ങളും സ്വഭാവത്തിന്മേലായ പുണ്യങ്ങളും ഹ്രുവാദകുശാദയുടെ വരങ്ങൾ കൊണ്ട് മോക്ഷവാക്സികളേക്കാൾ ഉന്നതയുമായിരുന്നു. നാമും ദേവദൂതനോടുകൂടെ നമ്മുടെ നാഥയെ വാഴ്ത്തി ഈ അമ്മയ്ക്ക് ലഭ്യമായ ദിവ്യ നന്മകൾ കൊണ്ടാടേണ്ടതും ആ നാഥ നിർഭാഗ്യരായിരിക്കുന്ന നമ്മുടെ മേൽ കരിഞ്ഞ് തൻ്റെ കൈവശമുള്ള ദൈവനന്മകൾ ഏതാനുമെങ്കിലും നമുക്ക് തരണമേയെന്ന് പ്രാർത്ഥിക്കേണ്ടതുമാണ്. രണ്ടാമത് ദൈവദൂതൻ പരമരാജ്ഞിയോട് കർത്താവ് നിന്നോടുകൂടെ എന്ന് ചൊല്ലിക്കൊണ്ട് ആ കന്യക പ്രാപിച്ച ദൈവൈക്യത്തെപ്പറ്റി സ്തുതിച്ചു. മറ്റ് പുണ്യങ്ങളിൽ വസിക്കുന്നതിനേക്കാൾ അധികം ഇഷ്ടത്തോടും ഐക്യത്തോടും കൂടി വസിക്കുന്നതിന് ഈശോ കന്യാമറിയത്തിൻ്റെ ഹൃദയം സ്നേഹം കൊണ്ട് നിറയ്ക്കുകയും തന്മൂലം അത് ദൈവത്തിൻ്റെ സാക്ഷാൽ ആലയമായി തീരുകയും ചെയ്തു. തൻ്റെ ഉദരത്തിൽ സാക്ഷാൽ ദൈവവും സാക്ഷാൽ മനുഷ്യരുമായിരിക്കുന്ന രക്ഷിതാവ് 9 മാസം വരെയും വസിച്ചു. നിങ്ങൾക്കും ഈ ഭാഗ്യം ലഭിക്കുന്നതാകുന്നു. പ്രസാദവരങ്ങളോടുകൂടിയായിരിക്കുമ്പോൾ സർവേശ്വരൻ നിങ്ങളുടെ ഹൃദയത്തിൽ വാസം ചെയ്യുന്നു. എന്നാൽ ചാവദോഷത്തിൽ വീണാൽ ദൈവം നിങ്ങളിൽ നിന്ന് മാറിപ്പോവുകയും നിങ്ങളെ കൈവിടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പിശാചിന് അടിമകളായിത്തീരുന്നു. അതിനേക്കാൾ വലിയ ശാപമുണ്ടോ? നിങ്ങൾ ഈ നാശത്തിൽ വീഴാതിരിപ്പാൻ നിങ്ങളെ കാത്തുകൊള്ളുന്നതിന് ഈ ദിവ്യമാതാവിനോട് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കണം. മൂന്നാമത് ദൈവദൂതൻ പരിശുദ്ധ കന്യകയെ സ്ത്രീകളിൽ ആശ്രയിക്കപ്പെട്ടവൾ നീ എന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ട് സകല സൃഷ്ടികളെക്കാളും ഉപരിയായി പ്രാപിച്ച ഉന്നത മഹിമയെക്കുറിച്ച് ആ നാഥയെ പുകഴ്ത്തുന്നു. പരിശുദ്ധ കന്യകയെ അങ്ങ് സകല സൃഷ്ടികളെയുംക്കാൾ ദൈവവരവും കൃപയും പ്രാപിച്ചിരിക്കുന്നു. പുഷ്പങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ള ശോശന എന്ന പുഷ്പം പോലെ അങ്ങ് പാപത്താൽ അശുദ്ധരായ മനുഷ്യരുടെ ഇടയിൽ പരിശുദ്ധിയോടെ വിളങ്ങുന്നു. ആദ്യ മാതാവായ ഹവ്വ മനുഷ്യ സന്തതികളുടെ മേൽ എല്ലാവക നാശങ്ങളും വരുത്തിവെച്ചു. അങ്ങാകട്ടെ അവരുടെ മേൽ ദൈവാശിഷുകൾ ധാരാളമായി വർഷിച്ചു. അതിനാൽ എന്നേക്കും മാലാഖമാരും മറ്റു സകല മോക്ഷവാസികളും സകല ജീവജാലങ്ങളും അങ്ങേ വാഴ്ത്തി സ്തുതിക്കൂ. എൻ്റെ ദിവ്യമാതാവേ, അയോഗ്യനെങ്കിലും അങ്ങേ ആശ്രിതരോടുകൂടി അങ്ങേ മഹത്വം വാഴ്ത്തിക്കൊണ്ട് അങ്ങേ പ്രാപിച്ച ദൈവവരങ്ങളിൽ എൻ്റെ ജീവിതകാലമൊക്കെയും പാടി സ്തുതിച്ചതിന് ശേഷം മോക്ഷരാജ്യത്തിൽ അങ്ങേ പുകഴ്ത്തി സ്നേഹിച്ചുകൊണ്ട് വാഴുവാൻ എനിക്ക് കൃപ ചെയ്യണമേ. ദൃഷ്ടാന്തം: ഇസ്പാസിയ രാജ്യത്തിൽ മുഹമ്മദരുടെ ഭരണം നടന്നുകൊണ്ടിരിക്കുകയിൽ
അനവധി ക്രിസ്ത്യാനികൾ അവർക്ക് അടിമകളാവുകയും മതപീഡനങ്ങൾ കൊണ്ട് പലരും സത്യവേദം ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തു. ഈ കഷ്ടസ്ഥിതിയിൽ നിന്ന് ഇവരെ രക്ഷിക്കാൻ സ്വർഗരാജ്ഞി മൂലം നടന്ന ഒരു സംഭവമാണ് താഴെ കാണുന്നത്. അക്കാലത്ത് മഹാസമ്പന്നനും വലിയ ദൈവഭക്തനുമായ പത്രോസ് നെലാസ്കിയുടെ എന്നൊരാൾ ഉണ്ടായിരുന്നു. അടിമകളാക്കപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് മോചനം നൽകുവാനുള്ള മാർഗത്തെപ്പറ്റിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടാനുള്ള വിചാരം. ഒരു നാൾ അധിക ഭക്തി പുരസ്കരം ദൈവസിംഹാസനത്തിൻ പക്കൽ തൻ്റെ പ്രാർത്ഥനകൾ കാഴ്ചവെക്കുമ്പോൾ മഹാപ്രകാശത്തോടും നിസ്തുലമായ മഹിമയോടും കൂടി പരിശുദ്ധ കന്യക അയാൾക്ക് പ്രത്യക്ഷയായി ഇപ്രകാരം അരുളി ചെയ്തു: അടിമകളെ മോചിപ്പിക്കുന്നതിനായി ഒരു സന്യാസ സഭ എൻ്റെ നാമത്തിൽ സ്ഥാപിച്ചാൽ അത് എൻ്റെ പുത്രനും എനിക്കും വളരെ പ്രിയമായിരിക്കും. ആ രാത്രി തന്നെ ദൈവമാതാവ് അരക്കോനിയ രാജ്യത്തിലെ രാജാവായ യാക്കോബ് എന്ന മഹാനും വിശുദ്ധ നൈമുൻദോസ് എന്ന പെന്നാപ്പെർത്ത് എന്ന അദ്ദേഹത്തിനും കാണപ്പെട്ടു. മേൽപ്പറഞ്ഞ സഭ സ്ഥാപിക്കുന്നതിന് ഇവരും സഹായിക്കണമെന്ന് കൽപ്പിച്ചു. അപ്രകാരം ദൈവമാതാവിൻ്റെ നാമത്തിൽ അടിമത്തത്തിൽ നിന്ന് ക്രിസ്ത്യാനികളെ വീണ്ടും രക്ഷിപ്പാനായി ഒരു സഭ സ്ഥാപിതമായി. ഈ സഭയിലെ സന്യാസിനികളെല്ലാം എല്ലാ സഭകൾക്കും പൊതുവായ 3 വ്രതങ്ങൾക്ക് പുറമെ ക്രിസ്ത്യാനികളെ മറ്റു പ്രകാരത്തിൽ മോചിപ്പിക്കുവാൻ സാധിക്കത്ത പക്ഷം തങ്ങൾ അവർക്ക് പകരം അടിമകളായി കൊള്ളാമെന്ന ഒരു വാഗ്ദാനം കൂടി ചെയ്യുക പതിവാണ്. ഈ സഭ ദൈവമാതാവിൻ്റെ കൃപയാലും ദൈവത്തിൻ്റെ ആശീർവാദത്താലും അനേകം ദേശങ്ങളിൽ പരക്കുകയും അതുമൂലം അനവധി ജനങ്ങൾ കഠിനമായ ദാസ്യാവസ്ഥയിൽ നിന്ന് വിമുക്തരായി സ്വകുടുംബങ്ങളിൽ സന്തോഷപൂർവ്വം തിരികെ ചെന്ന് ചേരുകയും ചെയ്തിട്ടുണ്ട്. ഈ സന്യാസിനികൾ അനേകം പേർ അടിമകളെ വീണ്ടും രക്ഷിപ്പാൻ വേണ്ട പണമില്ലാതെ വരുമ്പോൾ കന്യകാമറിയത്തിൻ്റെ നാമം ചൊല്ലി തങ്ങളെ തന്നെ അവർക്ക് പകരം അടിമകളായി കൊണ്ടുപോലും അവരെ രക്ഷിക്കുമായിരുന്നു. ക്രിസ്ത്യാനികളെ, നിങ്ങളും പിശാചിൻ്റെ കഠിനമായ ദാസ്യത്തിൽ അകപ്പെട്ട് സങ്കടപ്പെട്ട് കഴിയുന്ന നിർഭാഗ്യ പാപികളുടെ മേൽ അലിവ് തോന്നി അവർക്ക് വേണ്ടി ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ച് അവർ പൈശാചിക ദാസ്യത്തിൽ നിന്നും വിമുക്തരാകുവാൻ വേണ്ടി പ്രയത്നിക്കണം. ജപം. എൻ്റെ നാഥേ, രക്ഷിതാവിന്റെ മാതാവേ, സകല സ്ത്രീജനങ്ങളെക്കാൾ ആശീർവദിക്കപ്പെട്ടവളെ, കന്യകകളിൽ ഉത്തമ കന്യകേ, മനുഷ്യവർഗമൊക്കെയും എപ്പോഴും അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു. ഞാനും അവരോടുകൂടെ നിന്നെ സ്തുതിച്ച് നിന്റെ മഹത്വം എല്ലാവരെയും അറിയിക്കുന്നവനാവട്ടെ. എല്ലാ മനുഷ്യരും അങ്ങേ തൃപാദത്തിൽ വന്ന് അങ്ങേക്ക് യോഗ്യമായ വണക്കം ചെയ്ത് ഏകരക്ഷകനായ അങ്ങേ തിരുക്കുമാരനെ സ്നേഹിച്ച് ശുശ്രൂഷിക്കണമെന്ന് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നു. അത് സാധിച്ചു കാണുവാനുള്ള ഭാഗ്യം അങ്ങേ കൃപയാൽ എനിക്ക് കിട്ടുവാനായി വളരെ താഴ്മയായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്രയും സംഗീതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി സഹായം അപേക്ഷിച്ച ഒരുവനെയും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. ഞങ്ങളുടെ രാജ്ഞിയെ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് നിന്റെ തൃപാദത്തിൽ ഞാൻ അണയുന്നു. നെടുവേർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ധ്യാനത്തെ ആർത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന് മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുകൊള്ളണമേ. ആമേൻ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതങ്ങൾ ഞങ്ങൾ വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരിക്കുവാനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയെന്ന് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവണങ്ങൾ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ
സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിങ്ങൾ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ വരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിർത്തിരിക്കുവാനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതങ്ങൾ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിർത്തിരിക്കുവാനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധാത്മാവിൻ സ്തുതി. അതിലെ പോലെ എപ്പോഴും നയിക്കുവാമേ. പരിശുദ്ധ ദേവമാതാവിനുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പാപിയുടെ സങ്കേതമേ, സത്യരാജാക്കന്മാർ പ്രഭുക്കൾ തമ്മിൽ സമാധാനമേർപ്പാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പാപിയുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പാപിയുടെ സങ്കേതമേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. അതിലെ പോലെ എപ്പോഴും നയിക്കുവാമേ. സുഹൃത ജപം. നന്മ നിറഞ്ഞ മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, നിനക്ക് സ്വസ്തി. നന്മ നിറഞ്ഞ മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, നിനക്ക് സ്വസ്തി. നന്മ നിറഞ്ഞ മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, നിനക്ക് സ്വസ്തി. സൽക്രിയ. നിങ്ങളുടെ കരയിലുള്ള ദേവാലയം നന്നായിരിക്കാൻ ശ്രദ്ധിക്കണം.
സുതയായ സുരകന്യകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ക്രിസ്തുജനത്തിൻ പാലികയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരതസഭയുടെ രാജ്ഞി, അമരോത്ഭവയായ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ ദൈവത്തിൻ മേശമേനാഥ, പാപം പൊറുക്കണമേ നാഥാ, പാപം പൊറുക്കണമേ. ലോകത്തിൻ പാപങ്ങൾ ദൈവത്തിൻ മേശമേനാഥ, പ്രാർത്ഥന കേൾക്കണമേ നാഥാ, പ്രാർത്ഥന കേൾക്കണമേ.
സുവിശേഷമേ നാഥാ. ഞങ്ങളിൽ കനിയണമേ നാഥാ, ഞങ്ങളിൽ കനിയണമേ. ആവേ 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 മരിയ. ആവേ 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 മരിയ. வாழ்க 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 மரியே. வாழ்க